അർജന്റീന ടീമിന്റെ വരവുമായി ബന്ധപ്പെട്ട് കായിക പ്രേമികൾ വലിയ പ്രതീക്ഷയിലാണുള്ളത്. വിശേഷം കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ മാനേജർ ഉൾപ്പെടെ കേരളത്തിൽ സന്ദർശനം നടത്തിയ സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ബാക്കി തീരുമാനങ്ങൾ, നടപടികൾ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എനിക്കൊപ്പം കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ തിരൂരിലെ വീട്ടിലാണുള്ളത്. കഴിഞ്ഞ ദിവസം മാനേജർ എത്തി. അദ്ദേഹത്തെ ഏറെ ആവേശത്തോടെയാണ് കായിക പ്രേമികൾ വരവേറ്റത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ബാക്കി യോഗങ്ങൾ, തീരുമാനങ്ങൾ, സ്റ്റേഡിയം നവീകരണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ? ഒരു അന്താരാഷ്ട്ര മത്സരം കേരളത്തിൽ വരിക എന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആ മത്സരത്തിന് അനുയോജ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. GCEയുടെ കൊച്ചിയിലുള്ള സ്റ്റേഡിയമാണ്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് നമ്മൾ വേദിയായി തിരഞ്ഞെടുത്തതും. അർജന്റീനയുടെ ബന്ധപ്പെട്ട ടീമിൻ്റെ അധികാരികൾ അതിൻ്റെ ഫീൽഡിനെ കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നന്നായി ചെയ്യേണ്ടതുണ്ട്. ഇരിക്കാനുള്ള സീറ്റുകൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ NIT പോലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അത് പരിശോധിപ്പിക്കേണ്ടതുണ്ട്. PWD സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ GCEയുടെ ചെയർമാൻ ചന്ദ്രൻപിള്ള നേരിട്ട് തന്നെ അദ്ദേഹം അത് നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ പ്ലെയേഴ്സ് റൂം അടക്കമുള്ള കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പരിസരം കുറേ കൂടി വൃത്തിയാക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗം ചേരേണ്ടതുണ്ട്. അദ്ദേഹം തൊട്ടടുത്തുനിന്ന് തന്നെ ആ യോഗം വിളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ യോഗത്തിലാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ വകുപ്പ് തല മേധാവികളുടെ യോഗത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അതിലൂടെ ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനൊക്കെ പുറമെ കാണികൾക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൽ ഒതുങ്ങാവുന്ന കാണികളുടെ എണ്ണം പരിമിതമാണ്. ഏറ്റവും കൂടുതൽ 50,000-ൽ താഴെ മാത്രമാണ്. അപ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഫുട്ബോൾ പ്രേമികളുണ്ട്, കായിക പ്രേമികളുണ്ട്, മെസ്സിയെ അടക്കമുള്ള അർജന്റീൻ ടീമിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ എതിർ ടീം ഏതാണെങ്കിലും അതെല്ലാം അന്താരാഷ്ട്ര വേദികളിൽ കളിക്കുന്ന ടീമുകളാണ്. അവരെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് ഈ ഒരു ടീമിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. ഏതായാലും ടിക്കറ്റ് വെച്ച് നടക്കുന്ന ഒരു ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സി അടക്കമുള്ളവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവരെ കാണുക, മെസ്സി അഭിവാദ്യം അർപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും ഞങ്ങൾ ഉള്ളത്. ഫാൻസ് ഷോ ഉണ്ടാവും. തീർച്ചയായിട്ടും ഫാൻ ഷോ വേണമല്ലോ. കാരണം കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തൊരു വാക്കതാണ്. കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും മെസ്സിയെ കാണാനുള്ള സൗകര്യം ഒരുക്കും. അത് ഡിജിറ്റൽ അല്ല, കളിയൊക്കെ തന്നെ ഡിജിറ്റലാവാം, അത് സ്വാഭാവികമാണ്, നല്ല എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലെജൻഡ് വരുമ്പോൾ അവരെ കാണുക എന്നുള്ളൊരു ആവേശമാണ്. അത് ഒരു ഫുട്ബോളിൻ്റെ ആവേശമാണ്. അത് നടപ്പിലാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മപദ്ധതി. അതിലുള്ള ഒരുക്കങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അത് നേരിട്ട് തന്നെ കേരളത്തിലെ പോലീസും കായിക വകുപ്പും ചേർന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പൂർത്തിയാക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗം അതെന്നാണ്? തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായി ഈ കളി പ്രഖ്യാപിക്കേണ്ടതും അദ്ദേഹമാണ്. കേരളത്തിൽ ഇതൊരു അന്താരാഷ്ട്ര മത്സരമായതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല ഇതുവരെ. മീഡിയകൾ കൊടുത്തു, ഞങ്ങളൊക്കെ തന്നെ കാണുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇതൊരു അന്താരാഷ്ട്ര മത്സരമായതുകൊണ്ട് തന്നെ അദ്ദേഹമാണ്, പ്രത്യേകിച്ച് ഫ്രണ്ട്ലി മാച്ചാണ്. അപ്പോൾ അദ്ദേഹം തന്നെ അത് അനൗൺസ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഡേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയും. അപ്പോൾ അത് അടുത്ത ദിവസങ്ങളുണ്ടാവും. അത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. അതിൽ അവർ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റു ടീമുകൾ, സെനഗൽ അടക്കമുള്ള ടീമുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ സ്റ്റേഡിയം നവീകരണം ഉൾപ്പെടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ്. അതിന് ഇപ്പോൾ ഇന്നും നാളെയുമായി
ഫീൽഡ് വർക്ക് ആരംഭിക്കും. പിന്നെ ഇപ്പോൾ പഴയ പോലെയല്ല, റെഡിമെയ്ഡ് സാധനങ്ങളാണ്, അത് കൊടുത്ത് ഫിക്സ് ചെയ്യുക മാത്രമാണ്. അപ്പോൾ ആ നടപടികളും നടക്കുന്നുണ്ട്. പക്ഷേ പല ആശങ്കകളും ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തെക്കുറിച്ച്. അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് എന്ന് NIT-യുടെ റിപ്പോർട്ടുകൾ, മുൻ റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം തന്നെ വളരെ വ്യത്യസ്തമായ മോഡലാണ്. അന്നത്തെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരൻ നേരിട്ട് ഇടപെട്ട് നടത്തിയിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ നിരവധി കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് പലർക്കും അറിയില്ല. അതിപ്പോൾ NIT-യുടെ പരിശോധനയിലാണ് അതുകൂടി നമുക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ മുമ്പുള്ള ടീമുകളൊക്കെ തന്നെ, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ തന്നെ മത്സരിക്കുമ്പോൾ അവർ 35,000 ആളുകൾക്കായി അത് പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. 35,000 സീറ്റല്ല ശരിക്കും, അവർ പരിമിതപ്പെടുത്തി. അവരുടെ അറിയാലോ, കേരളത്തിൽ ഈ ലീഗ് മത്സരങ്ങൾ നടക്കുമ്പോൾ ഇപ്പോഴും ആവേശമുണ്ടാക്കണമെങ്കിൽ ആളുകൾ നിറഞ്ഞിരിക്കണം. അപ്പോൾ അവർ ആ രീതിയിലാണ് പരിമിതപ്പെടുത്തിയത്. കാരണം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ഇത് ബാക്കിയുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒരുക്കുന്ന കാര്യം നമ്മൾ പരിശോധിക്കും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ, ഇപ്പോൾ സ്റ്റേഡിയം ബലവത്താണോ, ഇതെല്ലാം തന്നെ പരിശോധിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നുള്ളതാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ തിരൂർ.